ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞങ്ങൾ പഴത്തൊടുക്ക് പോകുകയാണ് കേട്ടോ. അവിടെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പറിച്ചിട്ട് ഇന്ന് വൈകുന്നേരം കുമ്പളങ്ങ മൂര് കാച്ച അതിന് വേണ്ടിയിട്ട് ഇന്ന് പഴത്തൊടുക്ക് പോകുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ്. മക്കൾസൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളീ പോകുന്നത്. ഏകദേശം ഒരു 4:45 ആയിട്ടുണ്ട് കേട്ടോ. മഴക്കാറ് മൂടി നിൽക്കുന്നുണ്ട്, എന്നാൽ മഴയിട്ട് പെയ്യൊന്നുമില്ല കേട്ടോ. അതാണ് ഒരു ഇരുട്ട് മൂടി നിൽക്കുന്നത് പോലെ കാണുന്നത്. ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴത്തൊടു എന്ന് പറയുന്നത് എന്തിനാണെന്ന്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തിനാണ് ഞങ്ങൾ പഴത്തൊടു എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ മക്കളൊക്കെ മുൻപിൽ നടന്നിട്ടുണ്ട്, അതാണ് അവരെ കാണാത്തത്. അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും എന്നെയൊക്കെ ഒറ്റക്കാക്കിയിട്ട് അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒറ്റ വീടും കാണൂല കേട്ടോ. കുറച്ചങ്ങോട്ട് ചെന്നാൽ അവിടെ ഇഷ്ടം പോലെ വീടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഞാൻ ലിയമോളി എടുത്തിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ നല്ല ഷേക്ക് ഉണ്ടാവും. പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കുമ്പോൾ നല്ലതുപോലെ ഷേക്ക് ഉണ്ടാവും. അങ്ങനെ അവിടെ എത്താറായിട്ടുണ്ട്. ഈ കാണുന്ന വഴിയാണ് കേട്ടോ അങ്ങോട്ടുള്ളത്. ഇവിടേക്ക് വണ്ടിയൊന്നും പോകാനുള്ള വഴിയൊന്നുമില്ല. ഈ ഒരു ഇടവഴി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ തൊടു. ഞാനവിടെ എത്തിയപ്പോഴേക്കും അവർ നാട്ടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുമ്പളങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട് കേട്ടോ. ആ കിണറിൻ്റെ ഈ തൊട്ടടുത്തുള്ള ചീമക്കൊന്ന, ഈ കാണുന്ന ചീമക്കൊന്നൻ്റെ മുകളിലായിട്ടാണ് കുമ്പളങ്ങ ഉള്ളത്. ഇതുമേലാണ് കുമ്പളങ്ങ വള്ളി പടർന്ന് പിടിച്ചിട്ടുള്ളത്. ഇഷ്ടം പോലെ കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെയുള്ള ഈ പൊട്ടക്കിണറിൽ പകുതിയോളം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോ ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, വെണ്ടയ്ക്കൊക്കെ പറിക്കാൻ വന്നിട്ടുള്ള. അന്ന് ഈ പൊട്ടക്കിണറിൽ ഇഷ്ടം പോലെ വെള്ളമായിരുന്നു. മുഴുവനായിട്ടും വെള്ളം നിറഞ്ഞു നിൽക്കിയിരുന്നു. ചെറിയാണ് ഈ പറിക്കുന്നത്, പക്ഷേ ആദ്യം പറിക്കാൻ നിന്നതിൽ എത്തുന്നില്ല. അപ്പം കുറച്ചൊക്കെ താഴെയുള്ള ഒരു കുമ്പളങ്ങ നോക്കിയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊന്നും പണിക്ക് പോയിട്ടില്ല, പനിയൊക്കെ ആയതുകൊണ്ട്. പനിക്കായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുമ്പളങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. ഒരു കുമ്പളങ്ങ മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. അത് മതി. ഇനി വേണമെങ്കിൽ വീണ്ടും വന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു.
മക്കളൊന്നും യൂണിഫോം വരെ ഊരിടാതെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവരിനി ചെന്നിട്ട് വേണം കുളിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങളുടെ തൊടുവിൽ തന്നെ ചാടിക്കിടന്നിട്ടുള്ള 2 തേങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ എടുത്തിട്ട് മക്കൾസിനോട് ഞാൻ വേഗം നടക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് വേണം ഇനി കുളിക്കാനൊക്കെ. ചെറിയും ലിയമോളും പറിച്ചുടനെ തന്നെ മുൻപിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അവരുടെ ബേക്കിലായിട്ട് പറിച്ചിട്ടുള്ള കുമ്പളങ്ങയും ആ നാട്ടൊക്കെ എടുത്തിട്ട് നടന്നു. നാട്ടാന്ന് പറയുന്നത് ആ വടിക്കാണ് കേട്ടോ. ചെറിയ മക്കൾസും പോകുന്നതാണ് കേട്ടോ ആ കാണുന്നത്. അങ്ങ് ദൂരെ പോകുന്നത് കണ്ടില്ല, അത് അവരാണ്. ചെറിനെ വീഡിയോസിൽ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറിനെ കാണിക്കാത്തത്. ഇനി ആരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട, എന്താ ചെറിനെ കാണിക്കാത്ത, ചെറിയെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ. വീട്ടിലെത്തിയിട്ട് വേണം ചോറും കറിയൊക്കെ പെട്ടെന്ന് വെക്കാൻ കേട്ടോ. വൈകുന്നേരത്തിനുള്ള ചോറും വെക്കണം, കറിയും വെക്കണം. വീട്ടിലെത്തിയപ്പം ലിയക്കുട്ടി ആ കുമ്പളങ്ങ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. നേരം ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ടുള്ള പച്ചമുളകൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടമുളക് ഉണ്ടായിരുന്നു, അത് പറിക്കുക കുമ്പളങ്ങയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട്. നല്ല എരിവ് വേണം കുമ്പളങ്ങൊക്കെ കറി വെക്കുമ്പോൾ, മോര് കാച്ചുമ്പോൾ പ്രത്യേകിച്ച്. ഇനി കുമ്പളങ്ങയൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ മുകളിലുള്ള വെള്ള പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് ഡ്രസ്സിലും കയ്യിലൊക്കെ ആവും. ചോറിനൊക്കെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുമ്പളങ്ങയൊക്കെ കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടെടുത്ത് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ, അതാണ് ഒഴിച്ചെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാടൻ തൈര്. അപ്പം ചിലപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഇതിനിടയിൽ ചെറിയ നല്ല മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അതിനിടയിൽ ലേശം എടുത്തിട്ട് ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെയും കൂടെ പോകാനുണ്ട്. ഞാനും ചെറിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പനിയാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? നല്ല പനിയായതുകൊണ്ട് തന്നെ 2 നേരം ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിലെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ, കുറച്ച് പോയാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്